ഹലോ ഗായ്സ്, എന്റെ പല്ല് തേക്കാത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായമായി വരാൻ തോന്നുന്നു. ഞാനിതൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. കുറച്ച് നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇടയിൽ വെച്ചെടുത്തായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് കുറച്ചധികം നാളായി, ഒരു കൊല്ലമായി ഒരു ലോങ് വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ അങ്ങോട്ട് എടുക്കാം. എന്താ എങ്ങനെയാ എവിടെയാ എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. കാരണം ഇപ്പൊ എണീറ്റിട്ടുള്ളൂ. ഇപ്പൊ എണീറ്റപ്പോ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഏപ്രിൽ 4-ാം തീയതി. അപ്പോ ഇന്ന് എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല. അതുകൊണ്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. എന്താവും ഇത്, പോസ്റ്റ് ചെയ്യുമോ എഡിറ്റ് ചെയ്യുമോ അതോ അട്ടത്ത് കയറി ഇരിക്കുമോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. ഇത്ര നാളും ലോങ് വീഡിയോ ഒന്നും ഇടാണ്ടും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാതെ ഇവിടെ തന്നെ നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി. ഓരോ ക്വാർട്ടർ കഴിഞ്ഞാലും ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ദിവസം ഡേ ഓഫ് കൊടുക്കും, ആദ്യത്തെ വെള്ളിയാഴ്ച. അപ്പൊ ആൾക്കാർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ട്രിപ്പൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് അടുത്തൊരു ക്വാർട്ടറിലേക്ക് കടക്കാം എന്നുള്ളൊരു രീതിക്കാണ് കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം ഡേ ഓഫ് ആണ്. ഞാൻ ആദ്യം പുറത്ത് പോകാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നും ഡെയിലി ട്രാവൽ ചെയ്തുകൊണ്ട് എന്നും ട്രാവൽ ചെയ്ത് ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാന്ന്. അപ്പോൾ നിങ്ങളും അങ്ങോട്ട് കൂടെ പോരെ. ആദ്യം ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പല്ലേക്കാം. ഞാൻ വെച്ചോണ്ട് പണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കണം. ഞാൻ കുറച്ച് സ്കിൻ കെയർ ആവാം. ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ എണീറ്റ് സ്ലോ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക, കോഫി ഉണ്ടാക്കി കുടിക്കുക എന്നൊക്കെ പറയണത് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഭയങ്കര ഇഷ്ടം. നാട്ടിലൊക്കെ ആയിരുന്ന, നാട്ടിലല്ല ബാംഗ്ലൂരായിരുന്ന സമയത്തൊക്കെ ഒരു ദിവസം അങ്ങോട്ട് ഓഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പുറത്തിറങ്ങാം, എങ്ങനെ തിരിച്ച് വീട്ടിനകത്ത് കയറാതിരിക്കാം, വീട്ടിൽ നിന്ന് പുറത്ത് എങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരുന്നായിരുന്നത്. പ്രായമായി വരാൻ തോന്നുന്നു. ഇപ്പൊ എനിക്ക് വീട്ടിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ ഇഷ്ടം. ലെറ്റ്സ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ യൂഷ്വലി യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന എല്ലാം അടുക്കി പറക്കി വെച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്ന ആൾക്കാരില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. ബൈ ദുബായ് ഇന്ന് മുട്ടയും ഓട്സും പാലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഈസി മൈക്രോവേവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പൊ സമയം 11:30 ആയിട്ടുണ്ട്. ഓട്സ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു മുട്ടയും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓട്സും കുറച്ച് പാലും ഒരു നമ്മളെന്താ പറയാ, നല്ലോണം പഴുത്ത നമ്മുടെ റോബസ്റ്റ പഴമല്ലേ, പഴം കൂടി അത് മാഷ് ചെയ്തിട്ട് ഒക്കെ കൂടി ഒന്ന് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ നല്ല അടിപൊളി ഒരു പാൻ കേക്ക് സംഭവം കിട്ടും. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ അധികം നാളായിട്ട് ഞാനിത് കഴിക്കാറുള്ളതാണ്. എൻ്റെ ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് റക്കീൽ, അവൾ പറഞ്ഞ റെസിപ്പിയാണ്. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്. ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കോഫി കുടിക്കാം. മൈക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു മൈക്കൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ. എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഇവിടെ ഞാനൊരു ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്യണത്. ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് കമ്പനി. അതായത് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഗിഫ്റ്റ് അയക്കുന്ന ആ ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാളൊക്കെ ഇങ്ങനെ ജോലി ഇല്ലാണ്ടിരുന്നു. കുറേ അപ്ലൈ ചെയ്തു, കുറേ റിജക്ഷൻസ് വന്നു. പിന്നെ 3-4 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 4ാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു ഈ കമ്പനി. ആദ്യത്തൊക്കെ റിജക്റ്റ് ആയി, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ എന്താ പറയുക, ലിങ്ക്ഡിൻ വഴി തന്നെയാണ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ജോലിയാണ് കേട്ടോ. ഒരാളുടെ മെറ്റേണിറ്റി ലീവിന് ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ആൾ പോയപ്പോൾ പുള്ളിക്കാരിയുടെ പകരമായിട്ട് ഒരു 1 ഇയറിലോട്ടാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി വരുന്നത് ലേറ്റ് ആയപ്പോൾ ഒരു 6 മാസം കൂടി എൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തൊഴിൽ രഹിതയാണ്. വീണ്ടും അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യണം.
അപ്പം ഇതാണൊന്ന് ചുരുക്കി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറുള്ള ദിവസമായിട്ട് ഒന്ന് വെയിലുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കണക്കിന് തുണി ഉണ്ട്, അത് മടക്കി വെക്കണം. പിന്നെ ഇത് കുറച്ച് പരിപാടികൾ, തുണി അലക്കാനിടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നാളെ ശനി ഞായറും ഈ വീക്കെൻഡ് ഞങ്ങൾ കോർക്കിലേക്ക് ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കോർക്ക് ഇവിടുന്ന് ഡബ്ലിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ ഒരു ഡ്രൈവുള്ള ഒരു അടുത്തൊരു കൗണ്ടിയാണ്. അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകണം നാളെ. അപ്പോൾ കുറച്ച് പാക്കിംഗ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ കാലിയാക്കണം. അപ്പോൾ ഇന്നൊരു കുക്കർ ബിരിയാണി അങ്ങോട്ട് കാച്ചാന്നാണ് വിചാരിക്കണേ. താഴെ ആമസോണിൻ്റെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട് കേട്ടോ, അത് പോയിട്ട് എടുക്കണം. ഞങ്ങൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കുറച്ച് അലമ്പ് പിള്ളേരൊക്കെ ഉണ്ട്. എക്കോ ഉണ്ടാണാവോ പറയണത്. അപ്പോൾ ഈ അലമ്പ് പിള്ളേർ എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ നമ്മൾ കൊണ്ട് ആരെങ്കിലും ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അടിച്ച് മാറ്റിക്കൊണ്ട് പോണ പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് അത് വേഗം പോയി എടുക്കാം. നോക്കട്ടെ. അനൂപ് വരൂ, പോവാ. ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് വന്ന സാധനം. ഇത് എന്തിനാ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ വഴിയെ പറയാം. പാൻ കേക്ക് ഉണ്ടാക്കിയ റീലൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഈ റീൽസും ഷോർട്സും ഈ സാധനങ്ങളൊക്കെ ഫോണിൽ തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യണത്. ക്യാപ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഇതിന് യൂസ് ചെയ്യണത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ബിരിയാണിയിലേക്കുള്ള സബോള അരിയുന്ന യുവാവ്. ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അംഗം. റോബോട്ട് വാക്വം ആണ്. ഇതിൻ്റെ പേര് ഡോബി എന്നാണ്. ഡോബിയാണ് നമ്മുടെ വീട്ടിൽ അടിച്ചു വാരി തുടയ്ക്കണത്. ഇനി തൊട്ട് നല്ല മിടുക്കനാണ് ആള്. പിന്നെ കുക്കർ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു കുക്കർ ബിരിയാണിയാണ്. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് പഴം ഇങ്ങനെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് മുന്നേ ഇതൊന്ന് നമുക്ക് ചെത്തി ഈ ഫ്രീസറിൽ കയറ്റി വെക്കാം. വരുമ്പോഴേക്കും നമ്മുടെ പഴം ഇതേപോലെ ഇരിക്കട്ടെ, നാശാക്കി കളയരുതല്ലോ. യൂട്യൂബിലോ കുറച്ച് കൊണാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കർ ബിരിയാണിയാണ് ഗൈസ് ഉണ്ടാക്കിയത്. നമ്മൾ ഏത് സിനിമ കാണാൻ പോണത്? മച്ചാൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയും കാണാൻ പോവാണ്. ബിരിയാണിയൊക്കെ തിന്നിരിക്കുമ്പോൾ അവിടെ ഐസ്ക്രീം വണ്ടി വന്നു. നമ്മളങ്ങനെ ഐസ്ക്രീമൊന്നും മേടിക്കാറില്ല. കുറേ കുട്ടികൾ ഐസ്ക്രീം മേടിക്കണ്ടായി. ഈ ബിരിയാണി തിന്നിട്ട് കിടന്നുറങ്ങാൻ എന്തൊരു സുഖമല്ലേ. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല കേട്ടാ. ബിരിയാണി മിണിങ്ങിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. കുറേ നിന്ന് റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ സമയം പോയി. ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ചത്രാമുയി, അങ്ങനെ തന്നെയാണോ അത് പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. ചത്രാമുയിൻ്റെ ചായപ്പൊടി എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചിരുന്ന കണ്ടൻസ്ഡ് മിൽക്കും ബാക്കിയുണ്ട്, അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചത്രാമുയി ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് ജിമ്മി പോകണം. എന്ത് ചെയ്യണം? ജിമ്മി പോകണം. അപ്പോൾ ചായ കുടിച്ച് ജിമ്മി പോകാം, അതാണ് അടുത്ത അജണ്ട. അലങ്കോലമായി കിടക്കണ കിച്ചണൊക്കെ നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം. മീനവിയൽ അവിടെ നമ്മൾ ചത്രാമുയി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ചായപ്പൊടി. അപ്പം ഇതാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. തായ്ലൻഡിൽ നിന്ന് കുടിക്കണ അത്ര വെടിച്ചില്ല സാധനമൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചിക്കനും എഗ്ഗും വെച്ചിട്ടുള്ള ഒരു സൂന ഉണ്ടാക്കി ഡിന്നറിന്. ഇത് ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സാൻഡ്വിച്ച് പോലെ കഴിക്കാം. അങ്ങനെ 9 മണിയായപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ഒരു എക്സസൈസും ഇല്ലാത്തതിനേക്കാളും നല്ലതല്ലേ 2 കിലോമീറ്റർ നടന്നിട്ട് വരുന്നത്. നമുക്ക് 2 കിലോമീറ്റർ നടന്നിട്ട് വരാം. ഈ നടക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനൂപി എന്നും ചെന്ന് കയറണത് ഈ മെക്ഡിയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മൾ നാളെ കോർക്കിലേക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ചെറിയ രീതിക്കുള്ള പാക്കിംഗ് ഒക്കെയാണ്.
അടുത്ത പരിപാടിയാണ് ഈ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ. ഇത് കഴിഞ്ഞ് കുളിച്ചു കുട്ടപ്പനായിട്ട് വേണം ഉറങ്ങാൻ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കുക, കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, ഡ്രസ്സ് മാറുക, പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ബൈ.